ഹായ്, NMMS ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത ചോദ്യ മാതൃകകൾ ഇവിടെ കാണാൻ കഴിയും. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആദ്യം തന്നെ കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസും വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തം ചെയ്ത് നോക്കുക. ആൻസർ കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കണ്ട് അതെങ്ങനെയാണ് അതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക എന്നുകൂടി മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്വയം നിങ്ങളെ മനസ്സിലാക്കാൻ ഈ ചോദ്യ രീതികൾ ഉപയോഗിക്കും. സമയം കളയാതെ ഞാൻ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ആദ്യത്തെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് 15, 18, 21, 24 ഈ അടുത്ത നമ്പർ ഏത് എന്നുള്ളതാണ്. അപ്പൊ നോക്കൂ, 15, 18, 21, 24 ഇതെല്ലാം കൂടി വരുന്ന നമ്പറുകൾ കൂടി പോവുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ നിങ്ങൾ 15, 18 3 വരുന്നത്, 18, 21 3. അതായത് ഇതിന്റെ കൂടെ 3 കൂട്ടുമ്പോ ഇത്, ഇതിന്റെ കൂടെ 3 കൂട്ടുമ്പോ ഇത്, അതുപോലെ ഇതിന്റെ കൂടെ 3 കൂട്ടിയാൽ ഇത്. അപ്പൊ എല്ലാ സ്ഥലത്തും 3 കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ നമ്പറും നമ്മൾക്ക് എത്ര കിട്ടും? 3 കൂട്ടിയാൽ മതി. അപ്പൊ 24ന്റെ പുറം 3 കൂട്ടിയാൽ നമുക്ക് 27 എന്ന് കിട്ടും. വളരെ എളുപ്പത്തിൽ NMMS പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആയത്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്ന ചോദ്യമാണ്. ഓക്കെ, രണ്ടാമത്തത് നോക്കുക, 1, 4, 9, 16, 25 ഈ നമ്പറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാൻ കഴിയും. ഇവ സ്ക്വയർ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്, പൂർണ്ണവർഗങ്ങളാണ് ഈ നമ്പറുകളെല്ലാം. അപ്പോൾ ഇത് ഏതിന്റെ പൂർണ്ണവർഗമാണ്? 1ന്റെ സ്ക്വയർ ആണ്, ഇത് 2ന്റേതാണ്, ഇത് 3ന്റെ, 4ന്റെ, 5ന്റെ സ്ക്വയർ ആണ് ഇത്. അപ്പൊ അടുത്ത നമ്പർ എന്തായിരിക്കും നോക്കിയാൽ 1, 2, 3, 4, 5. അടുത്തത് 6, 6 ആയിരിക്കും വരിക. 6ന്റെ സ്ക്വയർ ആ വരിക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 36 എന്ന് പറയുന്ന നമ്പർ കിട്ടും. ഇങ്ങനെ എല്ലാതെയും ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നോക്കുക, വ്യത്യാസം എടുത്തിട്ട് ഈ 1ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക, 3 വരിക. 4ഉം 9ഉം തമ്മിൽ 5, 9ഉം 16ഉം 7, 16ഉം 25ഉം വ്യത്യാസം 9. അപ്പൊ നോക്കിയാൽ 3, 5, 7, 9 3, 5, 7, 9. അടുത്തത് 11 ആയിരിക്കും. അപ്പൊ ഇതും തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും? 11 നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ആൻസർ നോക്കിയാൽ ഇവിടെ നമുക്ക് തന്നിട്ടില്ലായിരുന്നു. അപ്പൊ എത്രയായിട്ട് ഇതിന്റെ പേര് ഇത് ആഡ് ചെയ്തപ്പോ ഇത് ആഡ് ചെയ്യപ്പോ ഇത് ആഡ് ചെയ്യപ്പോ ഇതിന്റെ പേര് ആഡ് ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 36 കിട്ടി. അപ്പൊ 2 രീതികളില് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായിട്ടുണ്ടാവുമല്ലോ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 4, 8, 16 എല്ലാ നമ്പറും കൂടി പോവുകയാണ് ചെയ്യുന്നത്. ഇത് 2 സ്ക്വയർ ആണ്, പക്ഷെ ഇതല്ല. അപ്പോൾ എന്താണ് ഇവിടുത്തെ നോക്കുക? ഇവിടെ വരുന്ന വ്യത്യാസം നോക്കുക, 4 ആണ്. ഇവിടെ വരുന്ന വ്യത്യാസം നോക്കുക, 8 ആണ്. അപ്പോ ഇവിടെ വരുന്ന വ്യത്യാസം എത്രയൊക്കെ ആയിട്ട് വരാം? 4, 8 എന്ന് പറഞ്ഞാൽ അടുത്തത് 12 ആയിട്ട് വരാം. അല്ലെങ്കിൽ 4, 8 നോക്കിയേ, 4, 8 ഇവയുടെ ഡബിള് എത്ര വരാം? 16. 16ന്റെ ഡിഫറൻസ് വരാം, അല്ലെങ്കിൽ 12 ആയിട്ട് പോവാം. ഈ 4, 8 കിട്ടിയ 2 തരത്തിൽ ഈ മൂന്നാമത്തെ നമ്പർ നമുക്ക് കിട്ടും. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഓപ്ഷൻ നോക്കുന്നത്, ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ. അതിൽ കിട്ടുന്ന ആൻസർ 32, 28, 12, 24. അപ്പൊ നോക്കുക, ഇവിടെ 12 ആയിരുന്നു. 4, 8, 12 ഈ മോഡലാണ് പോകുന്നെങ്കിൽ ഇവിടെ 28 ആണ് നമുക്കിവിടെ ആൻസർ വരേണ്ടത്. അപ്പൊ അവിടെ എത്രയുണ്ട്? 28 എന്ന് പറയുന്ന ആൻസർ ഓപ്ഷൻ 2 ഉണ്ട്. മറ്റേ നമ്പർ ആണെങ്കിൽ എത്രയാ വരിക? മറ്റേ നമ്പർ ആണെങ്കിൽ 2 ആൻസർ ഇത് എഴുതിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും കേട്ടോ. 2 ആൻസർ നിങ്ങൾക്ക് അവിടെ എഴുതാം. 4, 8, 16 ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്ര? 1, 28 എഴുതാം. 4, 8, 12 വരുമ്പോ 16, 12, 28 അങ്ങനെ വരാം. അല്ലെങ്കിൽ 16 കൂട്ടിയിട്ട് എത്ര വരാം? അല്ലെങ്കിൽ 32 വരാം. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ എഴുതുന്ന കുട്ടിക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? യെസ്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ തന്നിട്ടുണ്ട്.
ആ ചിത്രങ്ങള് ഏത് തരത്തിലുള്ളതാണ് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അത് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ ചില ക്വസ്റ്റ്യൻസ് ചോദ്യം തന്നിട്ടുണ്ട്. മിനിറ്റ്സ്, ഡേയ്സ്, മന്ത്സ്, അതായത് മിനിറ്റുകള്, ദിവസങ്ങള്, മാസങ്ങള്. അപ്പൊ ഈ മിനിറ്റുകള്, ദിവസങ്ങള്, മാസങ്ങള് എന്ന് പറയുമ്പോ ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞാൽ മതി. അപ്പൊ മിനിറ്റ്സ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒന്നാണ്. അപ്പൊ ഈ മിനിറ്റ്സിന്റെ മേലെ ഡേയ്സ് വരും, ഡേയ്സിന്റെ മേലെ മന്ത്സ് വരും. അതായത് ഇത് മിനിറ്റുകളാണ്. ഒരുപാട് മിനിറ്റുകൾ ചേർന്ന് കഴിഞ്ഞാൽ മണിക്കൂറാവും, മണിക്കൂറുകൾ ചേർന്ന് കഴിഞ്ഞാൽ ദിവസങ്ങളാവും. അപ്പോ ദിവസത്തില് ഇത് ദിവസങ്ങൾ, ഡേയ്സ് ആവും. പിന്നെ എന്താ വരുന്നത്? മന്ത്സ് ആണ് വരുന്നത്. അതായത് മാസത്തിൽ എന്തുണ്ടാവും? ദിവസങ്ങൾ ഉണ്ടാവും. അപ്പൊ മിനിറ്റുകളെല്ലാം ഏതിലുണ്ട്? ദിവസങ്ങളിലുണ്ട്. ദിവസങ്ങള്, ഡേയ്സ് ഏതിലുണ്ട്? മന്ത്സ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം ഇതിലുണ്ട്, ഇതെല്ലാം ഇതിലുണ്ട്. അങ്ങനെയുള്ള ക്വസ്റ്റ്യന്റെ ചിത്രം എങ്ങനെയാ വരിക? ഒന്നിലുള്ളതെല്ലാം മറ്റൊന്നിൽ വരുന്നുണ്ടെങ്കിൽ അത് ഈ മോഡലാണ് വരിക. ഇതിലുള്ളതെല്ലാം വേറൊന്നിൽ വരുന്നുണ്ടെങ്കിൽ ആ ചിത്രം വരുന്നത് ഈ മോഡല് ആയിരിക്കും. മറ്റൊരു എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാല് ഇപ്പൊ പറയാം, ഇത് ഉള്ളിലുള്ളത് കണ്ണൂരാണെന്ന് വിചാരിച്ചോ. കണ്ണൂർ. ആ കണ്ണൂർ എവിടെയാ ഉള്ളത്? കേരള. രണ്ടാമത്തത് കേരള. മൂന്നാമത്തത് ഏത്? ഇന്ത്യ. അപ്പൊ നോക്കിയേ, ഈ കണ്ണൂരുള്ളതെല്ലാം ഏതുണ്ട്? കേരളത്തിലുണ്ട്. കേരളത്തിലുള്ളതെല്ലാം ഇന്ത്യയിലുണ്ട്. അപ്പൊ ഒന്നിലുള്ളതെല്ലാം വേറൊന്നിലുണ്ടെങ്കിലാണ് നമ്മൾ ഒരു റൗണ്ടില് വേറൊരു റൗണ്ട് ഉൾക്കൊള്ളുന്ന മാതിരി മാർക്ക് ചെയ്യുക. ഓക്കെ, അതാണ് അതിന്റെ. അപ്പൊ എ ആണ് അതിന്റെ ആൻസർ എ. രണ്ടാമത്തെ നോക്കിക്കോളൂ. വിമൺസ്, പിന്നെന്താണ്? ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്. സ്ത്രീകൾ, അധ്യാപകർ, ഡോക്ടർമാർ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, എല്ലാ സ്ത്രീകളും അധ്യാപകർ എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ ചിത്രം അല്ല. രണ്ടാമത്തെ ചിത്രം എന്താ? സ്ത്രീകളില് നോക്കിയാൽ ഇങ്ങനെ എഴുതാൻ പറ്റുമോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഇതിന്റെ മീനിങ്? ഇത് സ്ത്രീകളാണെങ്കില്, ഇത് വിമൺ ആണെങ്കില്, സ്ത്രീകളില് വരുന്നത് നോക്കിയാൽ ഇവിടത്തെ അധ്യാപകര്, ടീച്ചേഴ്സ്, അധ്യാപകരെല്ലാം സ്ത്രീകളായിരിക്കണം എന്നുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇതും ശരിയാവില്ല. ഇനി മൂന്നാമത്തത് എന്താണ് പറയുന്നത്? ഇങ്ങനെയാണ് മൂന്നാമത്തെ ചിത്രം വരുന്നത്. നോക്കൂ, ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ മൂന്നാമത്തത് വരുമ്പം അതിന്റെ അർത്ഥം എന്താ? ഇതിലുള്ളതെല്ലാം ഇതിലുണ്ട്, എന്നാല് ഇതില് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ വരുമ്പോ സ്ത്രീകൾ, അധ്യാപകർ, ഡോക്ടർമാർ. അപ്പൊ നമുക്ക് ഇത് സ്ത്രീകളാണ്, ഇത് സ്ത്രീകളായിട്ട് വന്നാൽ ഇത് അധ്യാപകരായിട്ട് വരാൻ കഴിയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇല്ല. അപ്പൊ ഈ ചിത്രവും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നാലാമത്തെ ഓപ്ഷൻ ഇങ്ങനെയാണ്. നോക്കൂ, ഇങ്ങനെ വരുമ്പോ എന്താണ് വരിക? ഇത് സ്ത്രീകളാന്ന് വിചാരിച്ചോ, നടുക്കത്തെ വിമൺ. ഇങ്ങനെ ഇത് നടുക്കത്തത് വിമണാന്ന് വിചാരിക്കുക. അപ്പൊ വിമണായിട്ട് വരുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇത് ടീച്ചേഴ്സ്. പിന്നെ ഇപ്പുറം എന്താ വരിക? ഡോക്ടർമാര്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതെന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാല്, നോക്കൂ കുട്ടികളെ, അതായത് സ്ത്രീകളില് കുറച്ചുള്ളവര് ടീച്ചർമാരായിട്ടുണ്ടാവാം. അതായത് ടീച്ചർമാരില് കുറച്ചു പേര് മെയിലും ആയിരിക്കും, കുറച്ച് ഫീമെയിലും ആയിരിക്കും. മെയിലായിട്ടുള്ള ടീച്ചേഴ്സ് വരുന്ന ഭാഗം ഇതാ. അതുകൊണ്ട് ടീച്ചേഴ്സിന്റെ ഒരു ഭാഗം സ്ത്രീകളായിട്ട് വരാം. അതുപോലെ ഡോക്ടേഴ്സ് എന്ന് പറയുന്നതില് സ്ത്രീകളും ഉണ്ട്, അപ്പോൾ സ്ത്രീകളല്ലാത്ത ഡോക്ടർമാരും ഉണ്ട്. അപ്പൊ ഏതാണ് ആൻസർ വരിക? നാലാമത്തതാണ് അതിന്റെ ആൻസർ വരിക. ഓക്കെ, അതായത് ഒന്നില് ഉള്ളത് രണ്ടിലും ഭാഗികമായിട്ടുണ്ടെങ്കിൽ, പാർഷ്യലി ഉണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഏത്? ആ മോഡൽ. ഓക്കെ, പിന്നെ ഒരു മോഡൽ ഉണ്ട്. നിങ്ങൾ വെൻചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് മാസ്യൂള് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് കാണുക. വെൻ ഡയഗ്രാം അടിച്ചു കൊടുത്താൽ മതി മാത്സ്യൂളിൽ കയറിയിട്ട്. മാത്സ്യൂൾ ചാനലിന്റെ പേര് മാത്സ്യൂള്. അതിൽ കയറിയിട്ട് നിങ്ങൾ NMMS എന്ന് അടിച്ചു കഴിഞ്ഞാല് NMMS എക്സാംന്നോ അല്ലെങ്കിൽ NMMS എക്സാംന്നോ മറ്റോ അടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് കിട്ടും? NMMSുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ധാരാളം വീഡിയോസ്, അത് ടോപ്പിക് വൈസ് ആയിട്ടും കിട്ടും,
ഇനി ക്വസ്റ്റ്യന്റെ മോഡൽ ക്വസ്റ്റ്യൻസിന്റെ മോഡലായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന്റെ മോഡല് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പേജ് ബുക്ക് എന്നിട്ട് 4 ഡോട്ട് ഇട്ടിട്ട് സോൾജിയർ, പേജ് ബുക്കുമായിട്ട് പട്ടാളക്കാരൻ പിന്നെയുണ്ട്. അപ്പൊ ഈ 4 കുത്തിന്റെ മീനിങ് എന്താണെന്ന് അറിയോ? അനലോഗ് ക്വസ്റ്റ്യൻ എന്നാണ് ഇങ്ങനെ പറയുക. അപ്പൊ പേജും ബുക്കും തമ്മിൽ എങ്ങനെ റിലേറ്റ് ചെയ്തു, എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതേപോലെ സോൾജിയർ ഓപ്ഷനിൽ തന്നിട്ടുള്ള ആൻസർ ഉണ്ടല്ലോ, അതിൽ ആരോ ആയിട്ടാണ് ബന്ധമുള്ളതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം, പേജ് ബുക്ക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പേജുകൾ ചേർന്നതാണ് പുസ്തകങ്ങള്, ബുക്ക്. അതുപോലെ പട്ടാളക്കാര് ചേർന്നതിനാ എന്താ പറയാ? സോൾജിയർ ചേർന്നതിനാ നമ്മൾ പറയും റെജിമെന്റ്. നമ്മൾ പറയും റെജിമെന്റ്. പട്ടാളക്കാരുടെ കൂട്ടത്തിനെ പറയുന്ന പേരാണ് റെജിമെന്റ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആൻസർ കാണാം. ബാക്കിയുള്ള ആൻസർ ഒന്നും ശരിയാവില്ല. ലെറ്റേഴ്സ്, റെജിമെന്റ്, റൈഫിള്, ക്യാപ്റ്റൻ അതൊന്നും ആവില്ലല്ലോ. കാരണം ബുക്കിലുള്ളത് എന്താ? പുസ്തകമാണ്. അപ്പൊ റെജിമെന്റിലാണ് ആരുണ്ടാവുക? സോൾജേഴ്സ് ഉണ്ടാവുക, പട്ടാളക്കാരുണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ വ്യക്തി. ഒരു വ്യക്തി, ഫാമിലി, കുടുംബമായിട്ടാണ് ബന്ധം. അപ്പൊ കുടുംബം ഏതുമായിട്ടാണ് ബന്ധം എന്നാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നോക്കുമ്പോ നമുക്ക് പരിചയമില്ലാത്തതായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഓപ്ഷനും കൂടെ നോക്കിയിട്ടാണ് ആൻസർ കണ്ടുപിടിക്കുക. എന്താണ്? വ്യക്തിയും കുടുംബവുമാണ് ബന്ധം. അപ്പൊ കുടുംബം ആരുമായിട്ട് ബന്ധം? അപ്പൊ വ്യക്തിനെക്കാട്ടും വലുതാണല്ലോ കുടുംബം. വ്യക്തികൾ ചേർന്നതാണ്, ഒരുപാട് വ്യക്തികൾ ചേരുമ്പോഴാണ്, ഇൻഡിവിജ്വൽസ് ചേരുമ്പോഴാണ് ഫാമിലി ഉണ്ടാവുന്നത്, അല്ലെ? വ്യക്തികൾ ചേരുമ്പോഴല്ലേ കുടുംബം ഉണ്ടാവുക. അപ്പൊ കുടുംബങ്ങൾ ചേരുമ്പോൾ, ഒരുപാട് കുടുംബം ചേർന്നത് ഏതാണ് വരിക? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അവിടുത്തെ ആൻസർ നോക്കിയാൽ സ്റ്റേറ്റ്, ഹൗസ്, സൊസൈറ്റി, നാഷൻ, സംസ്ഥാനം എന്നൊക്കെയാ പറയാ. കുടുംബങ്ങൾ ചേർന്ന സംസ്ഥാനം ആവില്ല, സ്റ്റേറ്റ് ആവില്ലല്ലോ. ഇല്ല, വീട് ആവില്ല. കാരണം വീട്ടിൽ വരുന്നതാണ് ഒരു കുടുംബം, ഒരുപാട് കുടുംബങ്ങൾ ചേരുന്നതാണ്. അപ്പൊ എന്താ വരിക? സൊസൈറ്റി. നിങ്ങൾക്ക് അതിൽ നിന്ന് ആൻസർ ഓപ്ഷൻ നോക്കിയാൽ വേഗം മനസ്സിലാവും. അതായത് മലയാളത്തിലെ സമൂഹം, കുടുംബങ്ങൾ ചേരുന്നതാണ് സമൂഹമായിട്ട് വരിക. അപ്പോ ഈ ടൈപ്പ് ക്വസ്റ്റിന്റെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതും എങ്ങനെ ബന്ധപ്പെട്ടോ അതേപോലെ ഇതും. ഇനി ഇതും തമ്മിലുള്ള റിലേഷൻ കിട്ടുന്നില്ലെങ്കിൽ കുട്ടികൾ നോക്കേണ്ടത് ഇതും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടു എന്നാണ്. അപ്പോ ഇതും അപ്പുറത്തതുമാണ് ബന്ധപ്പെടുക. ഓക്കെ, അപ്പൊ അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ കഴിയുന്നുണ്ട്. ഓഡ് വൺ ഔട്ട്, കൂട്ടത്തിൽ പെടാത്തത് ഏത് എന്നാണ്. അപ്പോൾ അതിന്റെ ആൻസർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ക്രിക്കറ്റ്, ചെസ്, ഹോക്കി, ഫുട്ബോൾ, ഇവയെല്ലാം ഗെയിം, കളികളാണ്. അപ്പൊ ആ കളിയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ വരിക? ക്രിക്കറ്റ്, ചെസ്, ഹോക്കി, ഫുട്ബോൾ. ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ചെസ്. ബാക്കി എല്ലാ കളിയും എവിടെയാണ്? പ്ലേ ഗ്രൗണ്ടിലാണ്, അല്ലെ? പുറത്ത് മൈതാനത്താണ് കളി വരിക. ഈ ചെസ് മാത്രം എവിടെ ഉണ്ടാവുക? ഒരു മുറിയിൽ വെച്ചിട്ടാണ് അതിന്റെ കളി. രണ്ടുപേരും മാത്രമുള്ള കളിയാണ്. ബാക്കി കൂട്ടങ്ങള് ഒരുപാട് ആളുകൾ ചേർന്ന് കളിക്കുന്ന കളിയാണ് ബാക്കിയുള്ളത്. അപ്പൊ അതിന്റെ ആൻസർ ഏതാ വരിക? ചെസ്. ഈസി ആണല്ലോ. 20 കസേര, ബെഞ്ച്, കാർപ്പറ്റ്, സോഫ സെറ്റ്, ഇതെല്ലാം എന്താണ്? നമ്മൾ ഇരിക്കുന്ന, അല്ലെ? ഇരിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അതില് ഏതാണ് ഓഡ് വൺ വരിക? കസേരയുണ്ട്, ബെഞ്ച് ഉണ്ട്, അത് രണ്ടും ഇരിക്കാനാണ്. സോഫ സെറ്റും ഇരിക്കാനാണ് ഉപയോഗിക്കുക, അല്ലെ? സിറ്റിങ്ങിലല്ലേ ഉപയോഗിക്കുക. കാർപ്പറ്റ്, അപ്പൊ ഏതാണ്? കാർപ്പറ്റ് പറഞ്ഞാൽ നമ്മൾ വിരിക്കുന്നതല്ലേ? ഓക്കെ, അത് നടക്കുന്നെടുക്ക, നമ്മൾ ചവിട്ടാൻ ആണ് വരിക. അപ്പൊ ഏതാണ് കൂട്ടത്തിൽപ്പെടാത്തത്? കാർപ്പറ്റ്. ഓക്കെ, സിമ്പിൾ ആണല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, അവിടെ ശരിയായ ചിത്രം കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതേമാതിരിയുള്ള ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. 1, 2, 3. പിന്നെ ഇവിടെ ഒന്ന് ഡാർക്കൺ ചെയ്തിട്ടുണ്ട്, ഇവിടെ കടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ 3 വരയുണ്ട്. ഇവിടെ നിങ്ങൾക്ക് 1 വര മാത്രം ഇട്ടിട്ടുണ്ട്. അടുത്തതിൽ സിയിൽ നിങ്ങൾക്ക് ഇവിടെ 1 വരയുണ്ട്, ഇവിടെ 3 വരയുണ്ട്. അപ്പൊ ഇവിടെ 1 കറുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, നാലാമത്തേൽ ഇവിടെ 3 വരയുണ്ട്. പിന്നെ ഇവിടെ ഒന്നുണ്ട്. പിന്നെ ഇവിടെ കറുപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് എന്നുള്ളതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇതോ ആയിരിക്കും. എന്തുകൊണ്ടാണ്?
ഈ ബാക്കി എല്ലാ സ്ഥലത്തും നോക്കിയാൽ ഇതെല്ലാം മാറി മാറി വരുന്നുണ്ട് അല്ലെ. ഇതിന് മാത്രം കണ്ടോ ഒരേ മാതിരി വരുന്നു. ഓക്കെ, ഇനി അത് വെച്ചിട്ട് അങ്ങനെ വിചാരിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കുക, ഇങ്ങനെ ക്വസ്റ്റ്യൻസിൽ ഇതേമാതിരി വരുമ്പോൾ നമ്മൾ റൊട്ടേഷൻ ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതായത് കറങ്ങുന്നത്, ഈ അടയാളങ്ങൾ കറങ്ങുന്നത്. നോക്കൂ കുട്ടികളെ, ഇത് ഇവിടെയുള്ളത് ഇവിടെ എത്തി, അതായത് ഇവിടെയുള്ള സാധനം എവിടെ എത്തി? ഇവിടെ എത്തി. കണ്ടില്ലേ, ഇവിടെ എത്തി. അതായത് ഇവിടെയുള്ളത് ഇവിടെ എത്തി. ഓക്കെ, പിന്നെ അത് എവിടെ എത്തിയിട്ടുണ്ട്? ഇവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ അത് നോക്കിയാൽ അവിടെ തന്നെ എത്തി. അപ്പോ ഇതിൽ ആരോ ഒരാളാണ് പിശക്കിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇതിൽ ആരോ ഒരാളാണ് തെറ്റ്. മനസ്സിലായില്ലേ? ഇത് ഇടത് ഭാഗത്തെ ഇവിടെ എത്തി. ഓക്കെ, അതായത് ഇവിടുന്ന് ഇവിടെ എത്തി. പിന്നെ അത് നേരെ ഇപ്പുറത്തെ മൂലക്കേക്ക്, മൂന്നാമത്തെ മൂലയ്ക്ക് വന്നു. പിന്നെ അതേമാതിരി ഒന്നും കൂടി ഉണ്ട്. അപ്പൊ ഇതിൽ ഏതോ ഒന്നായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നമുക്ക് നോക്കാം. അതിന് അടുത്തത് നോക്കാം. ഞാനിപ്പോ ഇതല്ലേ നോക്കിയത്, ഇത് നോക്ക്. ഇത് ഇവിടെ എത്തി, കറക്റ്റ് അല്ലേ? പിന്നെ ഇത് എവിടെയാ എത്തേണ്ടത്? നോക്കിയാൽ ഇത് ഇവിടെ വലത്ത് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാല് പിന്നെ എവിടെയാ എത്തേണ്ടത്? മുകളിലാ എത്തേണ്ടത്. പക്ഷെ ഇത് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോ അതവിടെ മിസ്റ്റേക്ക്. അതായത് ഇത് ഇതിന്റെ വലതുഭാഗത്തെത്തി, പിന്നെ വലതുഭാഗത്ത് വീണ്ടും ഇടതുഭാഗത്തേക്ക് തന്നെ വന്നു. ഓക്കെ, അപ്പൊ അവിടെ എവിടെയാ പെശക്ക് വരുന്നത്? ഇവിടെയാണ് പെശക്ക് വരുന്നത്. അപ്പൊ ഇതും 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 കറക്റ്റ് തന്നെ നോക്കിയാൽ മതി. അതെങ്ങനാ? ഇത് ഇവിടെ എത്തി, പിന്നെ അത് ഇവിടെ എത്തി, കറക്റ്റ് അല്ലേ? മൂന്നാമത്തെ ഇതാ കറക്റ്റ് ഇവിടെ എത്തി. പിന്നെ അടുത്തത് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇത് എവിടെ എത്തി? ഈ മുകളിലെത്തി. പിന്നെ അടുത്തതിൽ എവിടെ എത്തി? നോക്കിയാൽ ഇവിടെ എത്തി. അപ്പൊ ഇത് തന്നെയാണ് നിങ്ങൾക്ക് അത് തെറ്റായിട്ട് വരുന്നത്. ഓക്കെ, ആ ഓഡ് വൺ ഔട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയി ചെയ്യാൻ പറ്റുന്നതാണ്, പലപ്പോഴും വരുന്നതാണ്. ഇങ്ങനെ 4 ചിത്രങ്ങൾ നിങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിൽ ഓഡ് വൺ ഏത് നോക്കുക. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ചിത്രം നോക്കിയാൽ അവയിലെ രൂപത്തിന് ഈക്വൽ ആയിട്ട് 4 കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഈക്വൽ പാർട്ടായിട്ട് 4 എണ്ണാക്കി മാറ്റുന്നുണ്ട്. കണ്ടില്ലേ നിങ്ങൾ? ദാ ഇങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വരച്ചു, ഇങ്ങനെയും വരച്ചു. അപ്പൊ 4 എണ്ണം ഒരേപോലെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റേ ചിത്രത്തിലും ഒരു സ്ക്വയറിന്റെയിലും കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവർ ഇതുമാതിരി വരുന്ന മോഡലിലും കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇതാ നാലാമത്തെ ചിത്രത്തിൽ എന്താണ് കാണുന്നത്? ഇങ്ങനെ വരുമ്പം ഈ 4 കഷ്ണങ്ങളും തുല്യല്ല, ഈക്വൽ അല്ല. ബാക്കി എല്ലാവരും 4 പീസുകൾ ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. അപ്പോ കൂട്ടത്തിൽ പെടാത്തത് ഏതാ വരിക? അതില് നാലാമത്തത്, അതായത് ഡി ആണ് അതിന്റെ ആൻസർ വരിക. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, മാറ്റിന്റെ ക്വസ്റ്റ്യൻസിൽ ഇതുപോലുള്ള രീതികൾ മാത്തമാറ്റിക്സ് റീസണിങ് ക്വസ്റ്റ്യൻസ് കൂടി ഉണ്ടാവും. സാധാരണ മാതിരിയുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൽ വരുന്ന മാത്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതിൽ കണ്ടോ, ഒരു മീറ്റിംഗിൽ പങ്കെടുത്ത 11 പേർ പരസ്പരം ഹസ്തദാനം ചെയ്തു. ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ട്? അപ്പൊ അത് ചെയ്യാൻ എളുപ്പ വഴി, എത്ര ആൾ എവിടെ ഉള്ളത്? 11 ആളാ ഉള്ളത്. അപ്പൊ 11നെ അതിന്റെ തൊട്ട താഴത്തെ നമ്പർ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. 10ൽ 2 എത്ര? 5. 11 5 55. ഇതൊന്ന് പഠിച്ചു വെക്കണേ. അതിന്റെ ഫോർമുല പഠിക്കുന്നുണ്ടെങ്കിൽ n × n-1 ഡിവൈഡഡ് ബൈ 2. എന്ന് പറഞ്ഞാൽ എന്താ? എണ്ണം. ഇപ്പൊ n 11 ആവുമ്പോഴാണ് ഇങ്ങനെ ആയത്. ഇനി n 8 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ അതിന്റെ 8 ആള് പരസ്പരം ഹസ്തദാനം ചെയ്തു എന്ന് പറഞ്ഞാലോ, ഷെയ്ക്ക് ഹാൻഡ് നടത്തി എന്ന് പറഞ്ഞാലോ എത്ര വരും? 8 × 7/2. അപ്പൊ നമുക്ക് കിട്ടും 4. 4 7 28. അപ്പൊ അതിൽ നിന്ന് തൊട്ട് താഴെയുള്ള നമ്പർ ഗുണിച്ചിട്ട് പകുതി കണ്ടാൽ മതി. ഐഡിയ മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ വരുന്ന ആൻസർ 55. ഓക്കെ, ഇനി മറ്റേ ക്വസ്റ്റ്യൻ നോക്കിയാൽ, മരങ്ങളുടെ ഒരു നിരയിൽ ഒരു മരം 2 അറ്റത്തു നിന്നും എണ്ണിയാൽ 5-ാമതാണ്. ഒരുപാട് മരങ്ങളുണ്ട്. ഓക്കെ, ഒരുപാട് മരങ്ങളുണ്ട്. അപ്പൊ ഒരു മരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ ഒരു മരത്തിന്റെ പ്രത്യേകത 2 ഭാഗത്തു നിന്നും എണ്ണിയാൽ എത്രാമത്തത്? 5-ാമതാണ്. ഓക്കെ, 2 ഭാഗത്തു നിന്നും എണ്ണിയാൽ 5-ാമത്. 1 2 3 4 5. അപ്പൊ ഇങ്ങനെ എണ്ണിയാലും 5. 1 2 3 4 5-ാമത്തത്. ഇതിൽ ചോദിച്ചത് ആകെ എത്ര ഉണ്ട് എന്നാണ്. ആകെ എത്ര ഉണ്ടാവുക നോക്കിയാൽ
4 4 4 8 8 1 9. എങ്ങനെ ഒന്നിക്കൽ ചിത്രം വരച്ചിട്ട് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി വലിയ നമ്പറാ പറഞ്ഞു വിചാരിച്ചോ, അതായത് രണ്ട് ഭാഗത്തു നിന്നും കൊട്ടുമ്പോ ഇത് അഞ്ചാമതായത് കൊണ്ടാണ് നമുക്ക് ചിത്രം വരയ്ക്കാൻ പറ്റിയത്. ഇനി രണ്ട് ഭാഗത്തു നിന്നും എണ്ണി നോക്കുമ്പം 20ാമത്തതാന്ന് പറഞ്ഞു വിചാരിച്ചോ, അപ്പോഴെങ്ങനെ ചെയ്യും ശ്രദ്ധിക്കേ. രണ്ട് ഭാഗത്തു നിന്നും 20ാമത്തതാണ് ഈ മരം. ഏത് ഭാഗത്ത് നിന്ന്? ഇങ്ങുന്നും 20, ഇങ്ങുന്നും 20. അപ്പൊ എത്ര വരും എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്നറിയോ? നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് 20 ആണെങ്കിൽ ഇപ്പർ എത്ര ആളുണ്ടാവും? 19 എണ്ണം ഉണ്ടാവും. ഇപ്പർ എത്ര എണ്ണം ഉണ്ടാവും? 19 ഉണ്ടാവുമല്ലോ. 19ഉം 19ഉം 38, അതിന്റെ കൂടെ 1. അപ്പൊ ആൻസർ എത്ര കിട്ടും? 39 കിട്ടും. അത് അങ്ങനെയൊന്നും എഴുതാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ലെഫ്റ്റ് നിന്ന് വരുന്ന എണ്ണം പിന്നെ റൈറ്റ് നിന്ന് വരുന്ന എണ്ണം കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. അതായത് എത്ര വരും? ഇപ്പോഴത്തെ നമ്മുടെ 5ന്റെ കണക്കിൽ എങ്ങനെയാ വരിക? ഇടത്ത് നിന്ന് 5ാമത്, വലത്ത് നിന്ന് 5ാമത്, 5ഉം 5ഉം കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. അപ്പൊ ആൻസർ എത്ര കിട്ടി? 9. കറക്റ്റ് അല്ലേ? ഇനി ഈ 20ാമത്തെ ആണെങ്കിലോ, ഇടത്തുനിന്നും 20, വലത്തുനിന്നും 20, 1 കുറക്കുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 39. 40 1 പോയാൽ നമുക്ക് 39, 39 കിട്ടും. അപ്പൊ ആ ഐഡിയയും മനസ്സിലാക്കി വെക്കുക. ഷെയ്ക്ക് ഹാൻഡിന്റെ എണ്ണവും ഓർമ്മിച്ച് വെക്കുക. n-1 ആണ്, കുറയാണ് കേട്ടോ, കൂടുകയല്ല. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇടത്തുനിന്നും വലത്തുനിന്നും പറഞ്ഞാല് ടോട്ടൽ കണ്ടുപിടിക്കാൻ ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1. ഓക്കെ. ഇടത്തെ എണ്ണവും വലത്തെ എണ്ണവും കൂട്ടിയിട്ട് 1 കുറച്ചാല് നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ആകെ എത്ര ഉണ്ട് ഇത് കിട്ടും. 2 ഐഡിയ പഠിച്ചുവല്ലോ. അടുത്ത നിങ്ങൾക്ക് ഒരു സർക്കിളിൽ, ഒരു വട്ടത്തില് ഒരുപാട് നമ്പർ കാണാം. നമ്പർ ഏതെല്ലാണ്? 13, 24, പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്, പിന്നെ 86 ഉണ്ട്, പിന്നെ ഇവിടെ 167 ഉണ്ട്, പിന്നെ ഇവിടെ 328 ഉണ്ട്. ഇത്രയും നമ്പറുകൾ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനസ്സിലായില്ലേ? ഞാൻ ഇങ്ങനെ വരക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ വരക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വരും അത്. ഓക്കെ. 13 86ഉം ഒരു ഭാഗത്ത് വരും. 13 അപ്പുറം 86 ഇപ്പുറം. ഓക്കെ. ഇങ്ങനെ ആയിട്ട് വരും. 13 86. പിന്നെ നമ്മളെ വേറെ ആര് വരും? 328ഉം ക്വസ്റ്റ്യൻ മാർക്കും. 328 റൈറ്റ് സൈഡിലേക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെ ഒരു ചിത്രം അവിടെ കാണാൻ കഴിയും നിങ്ങൾക്ക്. ഓക്കെ. ഈ ക്വസ്റ്റ്യനില് ഇവിടെ വരുന്ന നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ആദ്യം ചെയ്യുക, ഇതും തമ്മിൽ എന്താ ബന്ധമുണ്ടോ നോക്കുക. ഈ 13 86 ഇതിന്റെ ഏതെങ്കിലും ടൈംസ് മടങ്ങോ മറ്റോ ആണോ? അപ്പൊ കൃത്യമായ ഒരു ഉത്തരം ഇവിടെ കിട്ടില്ല. അത് തന്നെ ആയിരിക്കണം ഇവിടെയും വരേണ്ടത്. അത് ക്ലിയർ ആയിട്ട് വരുന്നില്ല. അങ്ങനെ വരുന്നില്ലെങ്കിൽ മാത്രം ഈ ക്രമത്തിലേക്ക് പോവുക. നോക്ക്, 13 24 ആണ്, ഇവിടെ അറിയില്ല. 86 167. കുട്ടികൾ ശ്രദ്ധിക്കുക, 13ന്റെ ഇരട്ടി എത്രയാ വരിക? 26. അപ്പൊ നമുക്ക് തന്നത് എത്രയാണ്? 24. ഓക്കെ. പിന്നെ ഉള്ളത് നമുക്കറിയില്ല, ഇത് നമുക്കറിയില്ല, അതവിടെ നിൽക്കട്ടെ. പിന്നെ 86 തന്നിട്ടുണ്ട്. 86ന്റെ ഇരട്ടി എത്ര? 172 ആണ്. നമുക്ക് തന്നത് എത്രയാണ്? 167 ആണ്. 167ന്റെ ഇരട്ടി എത്രയാണ്? 334 ആണ്. നമുക്ക് തന്നത് എത്രയാണ്? 328 ആണ്. ഓക്കെ. ഇപ്പൊ നോക്കിക്കോ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. നോക്ക്, ഈ 13 26 24 എത്രയാണെന്ന് നമുക്ക് അറിയേണ്ടത്. 86 172. 172 പകരം എത്രയായുള്ളത്? 167 ആണ്. എത്ര കുറവ് അപ്പൊ ഇവിടെ? 5 കുറച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. 5 കുറച്ചു. ഇതിന്ന് 5 കുറച്ചപ്പോ ഇത് കിട്ടി. നോക്ക്, ഇവിടെ നോക്കിയാൽ 334 പകരം ഉള്ളത് 128 ആണ്. അപ്പൊ എത്ര കുറച്ചു? 6 കുറച്ചിട്ടാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നോക്കിയാ 13 26. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 24. 26 ഇവിടെ എത്ര കുറച്ചു? 2 കുറച്ചു. ഇവിടെ 2 കുറച്ചു. അപ്പൊ ഇനി ഇവിടെ എത്ര കുറക്കണം? ഇവിടെ 5 6 ആയതുകൊണ്ട് ഇവിടെ 3 കുറക്കണം. അപ്പൊ 24ന്റെ ഇരട്ടി എത്ര? 48. 48ന്ന് 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 45 കിട്ടും. ഇനി ഇത് ശരി തന്നെ നോക്കാം. 45ന്റെ ഇരട്ടി ഡബിൾ എത്ര? 90. ഇവിടെ 2 കുറച്ചു, 3 കുറച്ചു, ഇനി 4 കുറക്കണം. അപ്പൊ 90ന്ന് 4 കുറച്ചാ എത്ര? 4 കുറച്ചാൽ കറക്റ്റ് 86 കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. അപ്പോൾ ഇരട്ടിയിൽ നിന്ന് 2 കുറക്കുന്നതാണ്, മനസ്സിലായില്ലേ?
അതായത് ഒരു നമ്പറിന്റെ 2 ടൈംസിൽ നിന്ന് 2 കുറക്കുന്നതാണ് എന്ത് വരുന്നത്, നെക്സ്റ്റ് നമ്പർ വരുന്നത്. നെക്സ്റ്റ് നമ്പർ അടുത്ത സംഖ്യ വരുന്നത് 2 മടങ്ങിൽ നിന്ന് 2 കുറച്ചത്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത നോക്കുക. അതും ഒരു മിസ്സിംഗ് നമ്പർ ആണ്. നമ്പർ വിട്ട ഭാഗം. നമ്പർ പോകുന്നത് എങ്ങനെയാണ്? 66, 72, 78, പിന്നെ താഴെ 84, പിന്നെ എത്ര എന്നില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 66ന്റെ കൂടെ 6 കൂട്ടിയപ്പോ 66ന്റെ കൂടെ 6 കൂട്ടിയപ്പോ നമുക്ക് 72 കിട്ടി. അതിന്റെ കൂടെ 6 കൂട്ടിയപ്പോ 78 കിട്ടി. അപ്പൊ എല്ലാം 6 കൂട്ടി പോകുന്ന നമ്പറാണ്. അപ്പൊ 84ന്റെ കൂടെ 6 കൂട്ടി എത്ര കിട്ടും? 90 എന്നുള്ള ആൻസർ കിട്ടും. ഓക്കെ, ക്രമത്തിൽ ഇങ്ങനെ പോയി പിന്നെ താഴോട്ട് വന്നിട്ടും വലത്തോട്ട് പോവുകയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരും. ഒരു ചിത്രം തന്നിട്ട് ഇതിൽ എത്ര പാരലോഗ്രാം സാമാന്തരികങ്ങൾ ഉണ്ട് എന്നാണ്. അപ്പൊ ഇനി ശ്രദ്ധിക്കുക കുട്ടികള്, പാരലോഗ്രമെന്നോ അല്ലെങ്കിൽ റെക്ടാങ്കിൾസ് എന്നോ തന്നാല്, അല്ലെങ്കിൽ റെക്ടാങ്കിള് മലയാളത്തിൽ എങ്ങനെയാ പറയാ നമ്മള്, സാമാന്തരികം അല്ലെങ്കിൽ ചതുരം തന്നാല് ചെയ്യേണ്ടത് ഒരേപോലെയാണ്. അതെങ്ങനെയാണ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാമെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇങ്ങനെയുള്ള ഒരു ഫിഗർ തന്നു. എന്നിട്ട് അതില് എത്ര ചതുരം ഉണ്ട് എന്ന് നോക്കാൻ പറഞ്ഞാല് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് ഇങ്ങോട്ട് എത്ര കോളം ഉണ്ട്? 1, 2, 3, 1, 2, 3 ഇങ്ങനെ പോകുന്ന 3. ഇങ്ങനെ വരുന്നതോ 1, 2. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇതെല്ലാം ഇത് 3ഉം കൂടെ കൂട്ടുക. കൂട്ടുമ്പോ എത്ര കിട്ടി? 6. ഇത് 2ഉം കൂടെ കൂട്ടുക. എത്ര കിട്ടി? 3. അപ്പൊ ഇനി 6ഉം ഈ 3ഉം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ കിട്ടിയ 6ഉം ഈ കിട്ടിയ 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? 18 റെക്ടാങ്കിള്, അല്ലെങ്കിൽ 18 ചതുരം, അല്ലെങ്കിൽ 18 സാമാന്തരികം. രണ്ടും ആവാൻ, പാരലോഗ്രും ആവാം, രണ്ടിനും ഒരേ നിയമമാണ്. അപ്പോ എന്താ മനസ്സിലായില്ലേ? സാമാന്തരികം അല്ലെങ്കിൽ ചതുരത്തിന്റെ എണ്ണം കിട്ടി. ഇതെല്ലാം കൂട്ടുക, ഇതെല്ലാം കൂട്ടി 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓർത്ത് പഠിക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? ഇവിടെ താഴെ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അതായത് 1, 2, 3, 4 താഴെ വരക്കണോ? അതായത് ഇങ്ങനെ ഇതിന 1, 2, 3, 4 പിന്നെ ഇങ്ങനെയോ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം. 1, 2, 3, 4 1, 2 ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കിയാൽ 1 + 2 + 3 + 4 നമുക്ക് എത്ര കിട്ടും? 10. 1 + 2 നമുക്ക് എത്ര കിട്ടി? നമുക്ക് = 3. അപ്പൊ 10 × 3 ആൻസർ എത്ര കിട്ടി? 30 എന്ന് ആൻസർ കിട്ടി. അല്ലാതെ നമ്മൾ എണ്ണി നോക്കിയിട്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. ഇതാണ് ഏറ്റവും എളുപ്പ വഴി. അപ്പൊ 30 എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഐഡിയ കൃത്യമായിട്ട് മനസ്സിലായല്ലോ പ്രിയപ്പെട്ട കുട്ടികളെ. അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വ്യത്യസ്ത രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടു. അതിൽ എങ്ങനെയാണ് അത് ചെയ്യാൻ കഴിയാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. അപ്പൊ മാത്സ്യൂളിന്റെ ഈ ചാനൽ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. കൂടാതെ ഈ വീഡിയോ ക്ലാസ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ ക്വസ്റ്റ്യൻസുമായിട്ട് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബൈ.